നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടവേള. പ്രിയമുള്ളവരെ, നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും: നകുലൻ സർവശ്രീ കഞ്ഞിത്തോട് രായൻ, രാമനാഥൻ തൊളിക്കോട് ബൈജു, ഉണ്ണിത്താൻ സത്യൻ കുണ്ടറ, തമ്പി തുമ്പമൺ ബിജു, ഡോക്ടർ സണ്ണി, അനിൽ ക്നാപ്പിക്കര, നാഗവല്ലി വടുതല വത്സല, ശ്രീദേവി നടക്കുന്നം രമണി. പ്രിയമുള്ളവരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടരുകയാണ്. അതിനു മുന്നോടിയായി ഒരു സന്തോഷ വാർത്ത. ഈ വരുന്ന ജൂൺ ആദ്യവാരം മുതൽ എന്റെ മോനെ സ്കൂളിൽ ചേർക്കുന്ന വിവരം സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ആ മണിച്ചിറത്താഴിന്റെ നാടകം മൊത്തം കാണാൻ പോലും എന്നെ സമ്മതിച്ചില്ല. ഈ ടോർച്ച് അടിച്ചത് എങ്ങനെ തള്ളി കയറി പോവാ? പൊറോട്ടടിക്ക് മതിയോ? നിന്റെ പുറയിലേക്കല്ല, മുമ്പോട്ടടിക്കാൻ. അടക്കങ്ങോട്ട് എന്നെ അടിക്കാൻ പറഞ്ഞറിയാമോ? വല്ല തവളയിലും തട്ടി ഞാൻ പാടത്തേക്ക് വീഴുന്നത്. വല്ല തവള പിടുത്തക്കാരും വന്നു കഴിഞ്ഞാൽ നാളെ ഈ നേരത്തെ ഞാൻ കുഞ്ഞാർക്കന്റെ ഷാപ്പിലിരിക്കും തവള കറിയായിട്ട്. അറിയാമോ? നല്ല ഒന്നാന്തരം ഒരു നാടകം ഞാൻ അവിടെ നിന്ന് കാണുമായിരുന്നോ? എനിക്ക് നാടകക്കാരൊക്കെ എന്തോരം ഇഷ്ടമാണെന്ന് അറിയാവോ? അത് കാണാൻ പോലും സമ്മതിച്ചില്ല. നാടകം കണ്ടാ മതിയോ? നാടകം കണ്ടാ മതിയോ? 3 ദിവസമായിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്. ഇന്നേ വരെ ഈ കൊച്ചിന്റെ മുഖത്ത് സമാധാനമായിട്ടൊന്ന് നോക്കാനോ 2 വാക്ക് സംസാരിക്കാനോ ഈ കൂട്ടച്ചിട്ട വിരലുമ്മ ഒന്ന് തൊടാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ലാന്ന്. എല്ലാത്തിനും കാരണം ആ പെങ്ങളെ ചെറുക്കനാ ചെകുത്താൻ. 24 മണിക്കൂർ പിടിച്ചോണ്ട് പിന്നാലെ നടക്കുന്നത്. കല്യാണത്തിന് മുമ്പ് എന്നെ കാണുമ്പോ കരിങ്കല്ലിന് വീക്കിക്കൊണ്ടിരുന്ന മുതല ഇപ്പൊ അവന് എന്റെ കൂടെ തന്നെ കിടന്നാലും ഉറക്കം വരുള്ളൂ. എന്നാ തന്തേം തണ്ട ഇത് മനസ്സിലാക്കണ്ടേ? അളിയനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അളിയാ ചെറുക്കൻ ഉറങ്ങിക്കഴിയുമ്പോ ഒന്നെടുത്ത് കിടത്തിയേക്കണം. പിറ്റേ ദിവസം കണ്ണു തുറന്നപ്പോ ഞാൻ കിടക്കണ അളിയന്റെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. എങ്ങനെ അറിയും? പോത്ത് പോലെ കിടന്ന് ഉറങ്ങരുത്. കൊച്ചു മാറി പോയിട്ട് ഈ ചെറുക്കനെ എന്നെ തോളത്തെടുത്തുകൊണ്ട് പോയില്ലേ? അല്ല പിന്നെ വാങ്ങിട്. ഞാൻ വരുന്നൊന്നുമില്ല. ഇത്രയും ധൃതി കാണിച്ച് എന്തോത്തിന് എന്നെ വിളിച്ചോണ്ട് പോടുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോഴല്ലേ 2 പേരും ചോറ് കഴിച്ചിട്ട് വന്നത്. എന്തൊരു വിശപ്പായത്! എന്റെ ദൈവമേ, ഈ പിശാചിന് പറഞ്ഞിട്ടും മനസ്സിലാവില്ല. നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് എനിക്കറിയാം. ഇതിന് മനസ്സിലാവുള്ളത് നിങ്ങൾ വന്നേക്കിട്. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകണം. നമുക്ക് അമ്പലത്തിൽ ഞാൻ രാവിലെ പോയായിരുന്നു. പുഷ്പാഞ്ജലി എഴുതിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ കൗണ്ടറിലിരുന്ന് പറഞ്ഞു പേരും നാളും എന്നാ പ്രസാദ് ഭരണി എന്ന് പറഞ്ഞപ്പോ ആ പൊട്ടം പറയാ പ്രസാദം ടിന്നിലല്ലേ ചേട്ടാ. ഓ എന്നിട്ട് അടുത്ത ചേട്ടൻ പറയണ്ട പ്രസീത മകം. നിന്റെ പേരും നാളും അവനെങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയി. അപ്പൊ ഞാൻ എന്റെ പേരും നാളും പറഞ്ഞു കൊടുത്തപ്പോ അയാൾ നോട്ട് ചെയ്ത് കാണും. നോട്ട് പോയിന്റെ 38 വർഷമായിട്ട് ഡെയിലി അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന എന്റെ പേരും നാളും അവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. ഇത് ഒറ്റ ദിവസം അവളെ കണ്ടിട്ടുള്ളൂ. പേര് നാള് ആധാർ കാർഡിന്റെ നമ്പർ അടക്കം മേടിച്ചു വെച്ചേക്കോ. ചേട്ടാ, ഈ പാടത്ത് നിറയെ മീനുണ്ട്. നമുക്ക് മീനെ പിടിക്കാം. അതെ, ഈ രാത്രി ഈ തോടാരും എടുത്തുണ്ടാവില്ല. നാളെ നേരം വെളുത്ത് ഞാൻ നിനക്ക് ഇതിനകത്ത് നീലത്തിമിംഗലത്തിന് വേണമെങ്കിൽ പിടിച്ചു തരാം. എന്തോ നോക്കുന്നേ പൊന്നെ, നിനക്ക് തണുക്കുണ്ടോ? എനിക്ക് തണുക്കുന്നില്ല. എനിക്ക് നല്ല കുളിര്. ഇതങ്ങോട്ട് പൊതച്ചങ്ങ് നിന്നാ മതി, കുളിരങ്ങ് മാറും. കേമായി. എന്നിട്ട് വേണം പാടത്ത് കൊക്കിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വെടിവെച്ചിടാനായിട്ട് എന്നെ കൊല്ലാനായിട്ട്. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. രാവിലെ അമ്പലത്തിൽ പോകാൻ നേരം നല്ല ഒന്നാമതൊരു ഒരു സാരി ഞാൻ ഉടുത്തോണ്ട് പോയി. അത് നിങ്ങളൊന്ന് കണ്ടോ? ഇപ്പൊ വീട്ടിൽ ചെന്ന ഉടനെ ഞാൻ ആ സാരി ഉടുത്തു. സാരി ഉടുക്കരുത്. എന്റെ ദൈവമേ, അത് ചുറ്റി 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 വരാനായിട്ട് തന്നെ നേരം വേണം.